அதே உள்ளுக்கா இதுதான் இருக்குது. വയറ് പുറകിലോട്ട് വിട്ടോളോ. ടേപ്പ് ഒടിച്ചിരിക്കാം. അതെ അതെ ടിവിയിലേക്ക് വെച്ചില്ലേ മറ്റേ ടേബിൾ ഒരാളെ വിളിച്ചാൽ അതെ 3 പിൻ വെച്ചത്. അത് ടിവിന്റെ സ്റ്റാൻഡ് കറക്റ്റായി സെന്ററിൽ അങ്ങനെ വെക്കാൻ പറ്റില്ല, സൈഡിൽ വെക്കാൻ പറ്റുമെന്ന്. പക്ഷെ നിങ്ങൾ കാര്യം ചെയ്തപ്പോൾ അവരുടെ സ്റ്റാൻഡ് സെറ്റ് ചെയ്യാൻ പറയാ. ആ ഹോളൊന്നും എനിക്ക് ബാക്കിൽ മറിച്ചാൽ അല്ല അത് അവർ ചെയ്യുന്നുണ്ട് ഇപ്പോ. അതും പ്ലഗ് ബോർഡ് പിന്നെ പ്ലഗ് പോയിന്റ്, അതായത് ടിവിന്റെ ലെഫ്റ്റ് സൈഡിൽ അറ്റത്താണ് മറ്റേ വയറിന്റെ ഇത് കണക്ഷൻ വരുന്നത്. അതിൽ നിന്ന് പൈപ്പിലേക്ക് എത്തുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് എത്തി, താഴെ എത്തി. ടി വി മറ്റേ കണക്ഷൻ താഴെ തന്നെ കൊടുത്തിരിക്കുന്നത്. മറ്റേ ഇനിയിപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിനെ വിളിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് മറ്റേ ഹോളില് അല്ലെങ്കിൽ മറ്റേ ടേബിളിലെ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് മാർക്കിങ് ചെയ്യാൻ വിചാരിച്ചു. കേബിളുടെ വയറും സെറ്റ് ചെയ്യണ്ടേട്ടാ. അതുണ്ട്. ഷാനു ഇവിടെ ഉണ്ട് സെറ്റപ്പ് ബോക്സ് അതിൻ്റെ ഉള്ളിൽ. അതിന്റെ അടിയിൽ തന്നെ ഉണ്ട്. എടുത്തു കൊടുക്ക്, എടുത്തു കൊടുക്കടാ. അതിന്റെ അടിയിൽ നിന്ന് അത് എടുത്തു കൊടുക്ക്. ഇല്ല, അത് കറക്റ്റ് ആക്കും. പിന്നെ നിങ്ങൾ സെറ്റ് ചെയ്തത് പിന്നെ ഉണ്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് പൈപ്പിൽ കൂടി വന്നിട്ട് വേണം താഴേക്ക് വരാൻ, സെറ്റ് ഓഫ് ബോക്സിലേക്ക് വരാൻ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ വാങ്ങിച്ചിട്ട് വരും. அந்த வயர் ஓடுங்க അതിന്റെ ചാനൽ ഓടുന്നു. ഒന്ന് ഇന്നെ ഒന്ന് സെറ്റ് ചെയ്ത സംഭവം. അവർ ടി വിക്കാരും വന്നത് ഒന്നിനെ കാണുമ്പോൾ കാണില്ല അവരുടെ അവസ്ഥയാണ്. ഇന്നെ വാങ്ങിട്ട് വരുന്നു. ഇപ്പൊ തന്നെ വേണം പറയും. നിങ്ങൾ എവിടെയാണ് ഇപ്പോ? അത് അവര് പോയി കഴിഞ്ഞ പിന്നെ അത് ഇടാൻ ബുദ്ധിമുട്ടാവില്ലേ? അപ്പൊ അത് വാങ്ങിച്ചിട്ട് വരിക. പാലക്കാട് കിട്ടുമല്ലോ അങ്ങനെയാണെങ്കിൽ. ഞാൻ ഫോട്ടോ വേണേ അയച്ചുതരാം വാട്സാപ്പിൽ. അയാൾ യാത്രയിലാണ്. ഞങ്ങൾ നെറ്റാണെങ്കിൽ പോയി കഴിഞ്ഞാൽ എവിടെ കുത്തണം ഏതിട്ട് തുടങ്ങുന്നത്. അതേ കേബിളുകാർക്ക് അറിയില്ലേ? ടി വി ആദ്യം അഴിക്കണം, എന്നാലും അതിൻ്റെ ഉള്ളിലേക്ക് കൂടെ അടിയിൽ എടുത്ത് പുറത്തെടുക്കാന്ന് നമുക്ക് നെറ്റ് ഇതിലിപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റില്ലേ ഫോണിലൂടെ? അപ്പോൾ എന്നിട്ട് അത് വേണമെങ്കിൽ ഓൺ ചെയ്ത് നോക്കും. ഫോണിലൂടെ കണക്ട് ചെയ്ത് കുറച്ചുകൂടെ ഇങ്ങോട്ട് വരണം തോന്നുന്നു. അല്ല, സ്ട്രൈറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ. ഇല്ല, കുറച്ചുകൂടെ വരണം.
എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് നീക്കാൻ പറ്റും. അത് നീക്കാൻ പറ്റും, നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. അത് കുറച്ച് എന്തോ വലിയ ഭാഗ്യം എന്താ വെച്ചാ ആ ഫ്ലഗ് പോയിന്റ് താഴെ എത്തിയതാണ് ഇപ്പൊ വലിയ ഭാഗ്യം. അല്ലെങ്കിൽ ഇതിനേക്കാൾ നീളമുള്ളത് കിട്ടില്ല അല്ലേ? ടിവിയുടെ വയർ കോമൺ ആയിട്ട് 2 മീറ്ററിന് അടുത്തുണ്ടാവും. ഉണ്ടാവും അല്ലേ? അത് ഞാൻ നോക്കി വന്നത്. അതല്ലെങ്കിൽ നമുക്ക് വേറെ വയർ വാങ്ങാൻ കിട്ടില്ല. ഇതിന്റെ സെയിം കിട്ടില്ല. നമുക്ക് എന്താ വെച്ചാൽ ഋഷിമാരെ പറഞ്ഞിട്ട് കട്ട് ചെയ്ത് പിന്നെ കണക്ട് ചെയ്യണം. കട്ട് ചെയ്യാൻ പാടില്ല. അതിലൊരു എക്സ്റ്റൻഡർ പോലെ ഉണ്ട്. കൊടുത്തിട്ട് ഒരു പ്ലഗ് ചെയ്ത് കണക്ട് ചെയ്യാം. അത് നമുക്ക് ഒരുപാട് ലെങ്ത് ഉള്ളവിടേക്ക് അങ്ങനത്തെ ആവശ്യമില്ല. നോർമൽ വൈസ് ഇത് മതിയാവും. ഇതെങ്ങനെയാ മോഡല്? കുഴപ്പമില്ല, നല്ല മോഡലാ. നല്ല മോഡൽ അല്ലേ? ഇതിൽ ഹാൻഡ് ഫ്രീ മറ്റേ വോയിസ് റെക്കോർഡ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ? പക്ഷേ കോമൺ ആയിട്ട് വൈഫൈ ആണ്. മൊബൈൽ നെറ്റ് പോരാ. മൊബൈൽ നെറ്റ് പോരാ അല്ലേ? മൊബൈൽ നെറ്റ് പറഞ്ഞ ഒരു പരിധി വരെ കൊടുക്കും. അതെല്ലേ? നമുക്കിപ്പോ ഒരു നോർമൽ ഒരു മൂവി കാണണമെങ്കിൽ ഏകദേശം ഒരു 2 GB നോർമൽ കേസ് TV 4K ആണ്. അപ്പൊ നമുക്ക് ഒരു 3 മിനിറ്റിന്റെ വീഡിയോ കാണാൻ തന്നെ ഏകദേശം 400 MB വലിക്കുന്നു. അപ്പൊ ഒന്ന് ഇതാക്കിയാൽ മതി. അത് എത്രത്തോളം നെറ്റ് എന്ന് വെച്ചാൽ അത്രയും ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നെറ്റ് കൺസംഷൻ വരും. അങ്ങനെ നമ്മൾ മെയിനായിട്ട് വൈഫൈ വെക്കാൻ പറയുന്നത്. വൈഫൈ വെച്ചതിന് പിന്നെ നമുക്ക് നോക്കാൻ കേട്ടോ. ടച്ച് വന്നിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റില്ല. അല്ല, ജിയോന്റെ എടുക്കാ പറയാ. അതുകൊണ്ട് ചോദിക്കാം. ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യാം. ഹോട്ട്സ്പോട്ട് ഒന്ന് ഓൺ ചെയ്യും. അതിലുണ്ടാവുമല്ലോ, അത് ഡീപ്പ് ക്ലിക്ക് ചെയ്യും. ആ ഹോട്ട്സ്പോട്ടിന്റെ അതിൽ ഡീപ്പ് ക്ലിക്ക് ചെയ്യും. ഇത് 1 2 3 5 8 വരെ ഉണ്ട്. റേഞ്ച് അതെ, ഈ സമയങ്ങളിൽ റേഞ്ച് കുറവായിരിക്കും. പക്ഷെ ഇവിടെ ടവർ അടുത്തുള്ളതുകൊണ്ട് നല്ല റേഞ്ച് ഉണ്ടാവും. 8 വരെ. അയച്ചു. ഇത് വാറണ്ടി കാർഡാണ്. ഇത് സൂക്ഷിച്ചേക്കണേ. ഓക്കെ. ഇതും ബില്ലുമാണ് നമുക്ക് സൂക്ഷിച്ചേക്കുന്നത്. 3 കൊല്ലമാണ് വാറണ്ടി. നമുക്ക് ഇതിന്റെ അറ്റാച്ച്ഡ് ആയിട്ട് സ്പീക്കർ വരുന്നില്ലേ? അത് അറ്റാച്ച്ഡ് മീൻസ് ഫ്രീ ആയിട്ട് കിട്ടുന്ന. ഫ്രീ ആയിട്ടല്ല, എക്സ്ട്രാ നമുക്ക് വെക്കേണ്ടി വരും അല്ലേ? അത് ഏത് മോഡൽ എടുക്കുന്നത്? സോണിയുടെ ആകുമ്പോൾ നമ്മുടെ പെർഫോമൻസ് വൈസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന. രണ്ടും സ്റ്റാർട്ടിങ് S40R പറയുന്ന ഒരു മോഡൽ ഉണ്ട്, S20R പറയുന്ന ഒന്നുണ്ട്, S400 എന്ന് പറയുന്ന മോഡൽ. ഏതും ബെറ്റർ ആണ്. ഏതും ബെറ്റർ. ഇപ്പൊ ഏറ്റവും സ്റ്റാർട്ടിങ് മോഡൽ പറഞ്ഞ S20R എന്ന് പറയുന്ന മോഡൽ. അത് വെച്ചാലും 400 വാട്ട്സ് നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടും. അത് S40R വെച്ച് കഴിഞ്ഞാൽ 600 വാട്ട്സ് ആണ്. അങ്ങനെ മുകളിലോട്ട് പോകുന്നതോറും പ്രൈസും കൂടും, അതിന്റെ പവറും കൂടും. സ്റ്റാർട്ടിങ് S40 S20R എന്ന് പറയുന്ന മോഡൽ. അതാകുമ്പോൾ ഒരു സൗണ്ട് ബാർ വരും, ഒരു സബ് ഊഫർ ഉണ്ടാവും, ബാക്കിൽ 2 സ്പീക്കേഴ്സ് ഉണ്ട്. പിന്നെ S40R എന്ന് പറയുമ്പോൾ സെയിം തന്നെ ബാക്കിലത്തെ 2 സ്പീക്കർ വയർലെസ് ആയിരിക്കും. ബാക്കിക്ക് കൊണ്ടുപോകുമ്പോൾ വയർ വേണ്ട, ഒരു ആംപ് ഉണ്ടാവും. ആംപിൽ മാത്രം പവർ കണ്ടാൽ മതി. രണ്ടിനും കോമൺ ആയിട്ട് ഏതെങ്കിലും സൈഡ് വെച്ചിട്ട് പവർ കൊടുത്താൽ മാത്രം മതി. അത് രണ്ടും ആ ആംബിലേക്കായിരിക്കും കൊടുക്കും. അപ്പോൾ സറൗണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഇതിന്റെ തൊട്ടടുത്ത മോഡൽ പറയുമ്പോൾ ഒരു സൗണ്ട് ബാർ നമ്മൾ സോണി എല്ലാം ചെയ്യുന്നുണ്ട്. വാൾ മൗണ്ടിങ് ഉണ്ടാകും. വയർ കട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ
ഓൾറെഡി പ്രൊഫഷൻ ഇട്ട് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് എടുത്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം. 4K എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു റെസൊല്യൂഷൻ വരും. ഇതിപ്പോൾ ആയിട്ടില്ല, മൊബൈൽ നെറ്റ് ആണ്. 2160 ആണ് മൊബൈൽ നെറ്റ്. പോരാ ഇത് 2160 വേണം. അതാണ് മാക്സിമം. ഇതിന്റെ തൊട്ടടുത്ത കാര്യം 1440. ഇത് HD ആയിട്ടുണ്ട്. 4K എന്ന് പറയുമ്പോൾ 2160 ആണ്. ഇതിനെക്കാട്ടി പെർഫെക്ഷൻ ആവും കുറച്ചുകൂടി. നമുക്ക് ഇവിടെ അടുത്ത ഇവിടെ അത് തന്നെ നമുക്ക് ഫുൾ റേഞ്ചാണ്. മൊബൈൽ നെറ്റ്വർക്ക് പോരാ, ഫുൾ 2160 നമുക്ക് നെറ്റ് ആകുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ കിട്ടും അല്ലേ? നല്ല ക്ലാരിറ്റി സൗണ്ട് എല്ലാം മാറും. ഔട്ട്പുട്ട് തന്നെ നല്ല പെർഫെക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇതിലൊക്കെ ഒരു 50 വെച്ചാൽ തന്നെ നല്ല ലൗഡ്നെസ് ആയിരിക്കും. അതായത് കേബിൾ വെച്ചാൽ അത്ര കിട്ടില്ല. കേബിൾ നമ്മൾ ഒരു 60 വെച്ചാലാണ് ആ ഒരു ഫീൽ കിട്ടും. 100 ഉണ്ടോ? 100 വരെ ഉണ്ട് സാർ. ഇത് ഒരു 70 വെച്ചാലേ നമുക്ക് ഹോം തിയേറ്ററിന്റെ ആവശ്യം വരില്ല. ഡോൾബി സിസ്റ്റമാണ് ഇതിലുണ്ട്. ആ എഫക്റ്റ് കിട്ടുന്നത് ഇത്രയും പെർഫെക്ഷൻ ഉണ്ടോ? സ്റ്റിക്കർ സെൽഫി എടുത്തത്. സൗണ്ട് പിക്ചർ ക്വാളിറ്റി ഒക്കെ 4K വരും. പിന്നെ അത് അവർ വാങ്ങിട്ട് വരുന്നത് അതെല്ലാം അവർ വാങ്ങി തരണോ? ഇനിയിപ്പോ അതിനൊരു ഉണ്ട്. സെറ്റ് ബോക്സ് റിമോട്ട് ഓൺ ഓഫ് ചെയ്യാൻ മാത്രം ആവശ്യമില്ല. ബാക്കി എല്ലാ ഫംഗ്ഷൻ സെറ്റ് ബോക്സിന്റെ ഇന്റർനെറ്റ് ഫീച്ചേഴ്സ് എടുക്കുമ്പോൾ മെയിനായിട്ട് നമുക്ക് ഈ റിമോട്ട് ആവശ്യം. ഇപ്പോൾ നമ്മൾ വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ വൺ ടൈപ്പ് നമ്മൾ കണക്ട് ചെയ്ത പോലെ ജസ്റ്റ് ഈ സെറ്റിംഗ്സ് എന്നുള്ള ബട്ടൺ ഉണ്ട്. പ്രസ് ചെയ്തതിന് ഇവിടെ വൈഫൈ ഓപ്പൺ ചെയ്യാം. നമ്മുടെ മൊബൈലിലാണെങ്കിൽ മൊബൈൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വൈഫൈ ഡിവൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പേര് കാണിക്കും. ഓപ്പൺ ചെയ്തതിന് ഇതേപോലെ ഒരു കീബോർഡ് വരും. ഓരോ പ്രാവശ്യമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ പാസ്വേഡ് അടിക്കും. അത് വൺ ടൈം ചെയ്താൽ മതി. ഇനി ഓരോ പ്രാവശ്യം നമ്മൾ ഓൺ ചെയ്യുമ്പോൾ കണക്ട് ചെയ്യാൻ കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഈ ഫോൺ ഐഫോൺ കണക്ട് ചെയ്തുകൊണ്ട് ഇനി ആ ഫോൺ ഓഫ് ചെയ്തിട്ട് എപ്പോൾ ഓൺ ചെയ്താലും ഓട്ടോമാറ്റിക് കണക്റ്റഡ് ആവും. ഏതൊരു ഫംഗ്ഷനും ബാക്കിലോട്ട് വരും ഈ ഒരു ആരോ മാർക്ക് ബട്ടൺ. ഇപ്പോൾ നമ്മൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് നമുക്ക് യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് വേണമെങ്കിൽ ഇവിടെ എല്ലാത്തിനും ഷോർട്ട് കട്ട്സ് യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് ജസ്റ്റ് യൂട്യൂബിൽ പ്രസ് ചെയ്താൽ ഡയറക്റ്റ് യൂട്യൂബ് വരും. യൂട്യൂബിൽ പോയിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. മുകളിൽ പോകേണ്ടത് ഈ നാവിഗേഷൻ കീസ് താഴെയുണ്ട്. പോവുക, നമുക്ക് എന്താണോ വേണ്ടത് ടൈപ്പ് ചെയ്യും. ഇപ്പോൾ മലയാളം മ്യൂസിക് ആണെന്ന് വെച്ചാൽ എണ്ണയിൽ അടിക്കുമ്പോൾ തന്നെ വരും. നമുക്ക് അതിൻ്റെ ഓപ്പൺ ചെയ്ത് വന്നു. എന്നാൽ നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് പോലെ ഉണ്ടാവും വരുന്ന ഔട്ട്പുട്ട്. നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് കുറവാണെങ്കിൽ ഔട്ട്പുട്ട് കുറയും. നമ്മളിപ്പോൾ വൈഫൈ കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളതിൽ മാക്സിമം എത്രൻ്റെയാണ് 1 ഇയറിൽ റീചാർജ് ചെയ്യേണ്ടത്? ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ അവർ വന്നിട്ട് സ്പീഡ് വെച്ചിട്ടായിരിക്കും. ഓക്കെ. ഇപ്പോൾ 1 മന്തിൻ്റെ സ്പീഡ് വന്നിട്ട് 30 MB/s സ്പീഡായിരിക്കും. ഇപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ എത്ര ഫോണുകളുണ്ട്? ഇപ്പോൾ വീട്ടിൽ 2 ഫോൺ. നമ്മുടെ TV മാത്രമാകുമ്പോൾ നമുക്ക് 30 MB/s ധാരാളം. ഇപ്പോൾ നമ്മൾ വർക്ക് ഫ്രം ഹോം ആണ്, ഒരു 2 ലാപ്ടോപ്പ് ഉണ്ട്, ഒരു 5 ഫോണൊക്കെ ഉണ്ട് വെച്ചാൽ നമ്മൾ 100 MB ഒക്കെ വയ്ക്കും. പക്ഷേ അപ്പോഴേ ഒരു ലാബ് TV ആണെന്ന് വെച്ചാൽ നമുക്ക് 30 MB എത്രയോ ധാരാളം. നമ്മൾ അത്രയല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ CCTV അങ്ങനത്തെ ഒക്കെ ക്യാമറ, വൈഫൈ ആക്സസ് ചെയ്യുന്ന ഡിവൈസ് കൂട്ടുമ്പോഴാണ് സ്പീഡ് കുറയുക. അപ്പോൾ 30 MB നോർമൽ ഒരു വീട്ടിൽ ധാരാളമുണ്ട്. 30 MB പറയുമ്പോൾ TV ബഫറിംഗ് ഇല്ലാണ്ട് നമുക്ക് മൂവീസ് എന്തും ഈസി ആയിട്ട് കാണാൻ പറ്റും. നെറ്റ് സ്പീഡ് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് അത്രയും പെർഫെക്ഷൻ ഉണ്ട്. നെറ്റ് സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കുറയും, സൗണ്ടിലും കുറയും, പിക്ചറിലും കുറയും. അതേപോലെ യൂട്യൂബ് ഒക്കെ എടുക്കുമ്പോൾ 4K എടുക്കുമ്പോഴായിരിക്കും നമുക്ക് ശരിക്കത്തെ ക്ലാരിറ്റി കിട്ടും. അതേത് ഒരു സാധാ ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മളൊരു സാധാ ഒരു ചാനൽ കാണുന്ന ഒരു ക്ലാരിറ്റി ആയിരിക്കില്ല യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ആമസോണിലൊക്കെ വരുന്നത്. അതിന് ക്ലാരിറ്റി കുറേ കൂടുതലായിരിക്കും. നിങ്ങളുടെ റെസൊല്യൂഷൻ ഇവിടെ. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ കേബിൾ വേസ്റ്റ് ആണ് അല്ലേ? കേബിൾ ശരിക്കും നമുക്ക് ആവശ്യമില്ല. ഗൂഗിൾ ടിവിയിൽ ശരിക്കും കേബിളിന്റെ ആവശ്യമില്ല. എന്താ വെച്ചാൽ ഇപ്പോഴുള്ള എല്ലാവരും OTT പ്ലാറ്റ്ഫോംസ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഹോട്ട്സ്റ്റാർ, യൂട്യൂബിൽ ഇപ്പോൾ ലൈവ് ന്യൂസ് ചാനൽ ന്യൂസുകളാണ് നമുക്ക് മെയിനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിപ്പോൾ എന്തായി നമുക്ക് മലയാളം ലൈവ് ന്യൂസ് കൊടുത്താൽ അതടക്കം ലൈവ് ന്യൂസ് വരുന്നത്. പിന്നെ നമുക്ക് ഹോട്ട്സ്റ്റാർ ഉണ്ട് വെച്ചാൽ സ്റ്റാർ നെറ്റ്വർക്കിന്റെ എല്ലാ സീരിയൽസും അതിൽ, സൺ നെറ്റ്വർക്ക് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ സൺ TV പോലത്തെ എല്ലാ ചാനൽസും അതിലും വരും.
പിന്നെ മലയാളം മൂവീസ്, തമിഴ് മൂവീസ്, ഹിന്ദി മൂവീസ് എല്ലാം OTT-ലാണ് കാണുന്നത്. OTT ത്രൂ എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു വിധത്തിൽ നമുക്ക് നോക്കുമ്പോൾ കേബിളിന്റെ ഇപ്പോൾ ആവശ്യമില്ല. കേബിളിന്റെ ആവശ്യം ഒരു ഗൂഗിൾ ടിവിയാണ്. ഗൂഗിൾ ടി വി ആണ്. അല്ലേ? അപ്പൊ അതിന് വേണ്ടത് വൈഫൈ ആണ് വേണ്ടത്. ഇതിന്റെ ഫങ്ഷൻസും ക്ലാരിറ്റി എല്ലാ കാര്യങ്ങളും അതേപോലെ വോയിസ് അസിസ്റ്റന്റ് എല്ലാത്തിനും നമുക്ക് വേണ്ടത് വൈഫൈ ആണ്. വൈഫൈ ഉണ്ടെങ്കിലേ വോയിസ് അസിസ്റ്റന്റ് ഉണ്ട്. ഇപ്പൊ യൂട്യൂബ് ഡയറക്റ്റ് എടുക്കണം. നമ്മളിപ്പോ ഒരു പിക്ചർ കാണുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ആയിട്ട് ഒരു വീഡിയോ വേണം. മലയാളം മൂവി സോങ്സ് ഇൻ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അത് വന്നു. യൂട്യൂബ് പോലും നമുക്ക് എടുക്കണ്ട. പക്ഷെ അതിന് കമ്പൽസറി ആയിട്ട് ഇവിടെ വൈഫൈ വേണം. വൈഫൈ ഉണ്ടെങ്കിൽ ഗൂഗിളിന്റെ എല്ലാ ഫങ്ഷൻസും വർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ ബേസിലാണ് ഉണ്ടാവുക. നെറ്റ്ഫ്ലിക്സും പ്രൈമും യൂട്യൂബും മാത്രമേ ഉണ്ടാവൂ. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ സൈൻ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. സെറ്റപ്പ് ഗൂഗിൾ ടി വി ഓപ്പൺ ചെയ്യുക, നമ്മുടെ മെയിൽ ID പാസ്വേഡ് കൊടുക്കുക. നമ്മളൊരു പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങി എന്തൊക്കെ ചെയ്യും അതുപോലെ മെയിൽ ID പാസ്വേഡ് കൊടുത്ത് ഇനീഷ്യൽ സെറ്റപ്പ് ഉണ്ട്. ഓക്കെ കൊടുത്തിട്ട് ഓട്ടോമാറ്റിക് മാറും. ഈ ഒരു ഇന്റർഫേസ് ടോട്ടലി ചേഞ്ച് ആവും. ഇപ്പൊ നമുക്ക് ഈ 3 ആപ്ലിക്കേഷൻ ഉണ്ട് അവിടെ. ഹോട്ട്സ്റ്റാർ, C5, സോണി ലൈവ്, സോണി പ്രാവിയർ ടൂർ എന്ന് പറയുന്ന പോലെ എല്ലാ ആപ്ലിക്കേഷൻസും വരും. ഇവിടെ ഒരു പ്ലേ സ്റ്റോർ വരും. നമുക്ക് വേണ്ട ഗെയിംസോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യും ചെയ്യാം. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വോയിസ് അസിസ്റ്റന്റ് ആക്ടിവേറ്റ് ചെയ്യും. അപ്പോഴേ ആക്റ്റീവ് ആവുള്ളൂ അല്ലേ? വോയിസ് അസിസ്റ്റന്റ് അപ്ലൈ ആക്റ്റീവ്. അതിലെല്ലാം കോമൺ ആയിട്ട് നമുക്ക് വൈഫൈ കമ്പൽസറി ആയിട്ട് വരും. എന്നാൽ മാത്രമേ അത് കണക്ട് ചെയ്യാൻ പറ്റും. അല്ലാത്ത വഴിക്ക് നമുക്ക് ബേസ് മോഡലായിട്ട് തന്നെ യൂസ് ചെയ്യാം. യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സിനൊന്നും നമുക്ക് ഗൂഗിൾ സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് നെറ്റ്ഫ്ലിക്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് QR കോഡ് സ്കാൻ ചെയ്യുക, അക്കൗണ്ട് സൈൻ ചെയ്യും. സെയിം തന്നെ നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്. ജസ്റ്റ് ആ ബട്ടൺസിന്റെ എല്ലാ ഷോർട്ട് കട്ട്സ് വരും. ജസ്റ്റ് പ്രസ് ചെയ്താൽ ഡയറക്റ്റ്ലി അതിലേക്ക്. അതേപോലെ നോർമലി വെള്ളം വെച്ചിട്ടോ നനഞ്ഞ തുണി വെച്ചിട്ടോ തുടയ്ക്കുകയാണെങ്കിൽ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ മൈക്രോ ഫൈബർ ക്ലോത്ത് വണ്ടിയുടെ എന്നിട്ട് അത് TV വന്ന് മാറ്റി വയ്ക്കുക. ജസ്റ്റ് സ്മൂത്തായി തുടച്ചു കൊടുക്കാം. അതേപോലെ റിംഗ് ഒക്കെ കയ്യിലിട്ടിട്ട് തുടയ്ക്കുമ്പോൾ നോക്കിയിട്ട് ചെയ്യാം. എന്തെങ്കിലും വരപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കും. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ കയ്യിൽ എണ്ണ മെഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അതിലോട്ട് പതി. അതുകൊണ്ട് തുടയ്ക്കുമ്പോൾ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ മൈക്രോ ഫൈബർ ക്ലോത്ത് സ്മൂത്തായിട്ട് തുടച്ചു. വേറെ ഒന്ന് ശ്രദ്ധിക്കുക, ഇടി കൊട്ടുമ്പോൾ വയർ റിമൂവ് ചെയ്തിടുക. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാവില്ല, ഒരു 1 വീക്ക് അല്ലെങ്കിൽ 1 മന്തോ 2 മന്ത്സ് ഒക്കെ ഉണ്ടെങ്കിൽ ബാറ്ററി റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാറ്ററി ലീക്കേജ് ആവേണ്ട പറഞ്ഞിട്ട് നമ്മൾ റിമോട്ട് സേഫ്. നമുക്കറിയില്ല, നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഒരാഴ്ച അല്ലെങ്കിൽ 1 മാസം കൊണ്ട് പോകും. അപ്പോൾ ബാറ്ററി അങ്ങനെ ചിലപ്പോൾ ലീക്കേജ് സംഭവിക്കും. അപ്പോൾ അത് ഇഷ്യൂ ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെ ചെയ്യും. പിന്നെ ഡയറക്റ്റ് സ്വിച്ച് ഓഫ് ചെയ്യേണ്ട, റിമോട്ടിൽ ഓഫ് ചെയ്യുക, സ്വിച്ച് ഓഫ് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത് TV. അതാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആ ഓൺ ആവുന്ന ടൈം കിട്ടും. പിന്നെ കേബിൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് പറയുന്ന ബട്ടണിലാണ് കേബിൾ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ അറിയാണ്ട് എന്തെങ്കിലും പ്രസ് ചെയ്ത് മാറിക്കഴിഞ്ഞാൽ TV നെയ്തിന്റെ തൊട്ട് താഴെ ഒരു ബട്ടൺ, അതേ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ആ ബട്ടൺ പ്രസ് ചെയ്തതിന് ഇപ്പൊ നമ്മൾ ഒന്നും കണക്ട് ചെയ്യാത്തതുകൊണ്ട് ഒന്നും വരില്ല. കണക്ട് ചെയ്തതിന് ഇവിടെ HDMI 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3, 4 ആണെങ്കിൽ 4 ഇവിടെ കാണിക്കും. അത് കാണിക്കും. ആ കണക്ട് ചെയ്യുന്ന ഡിവൈസ് മാത്രമേ കാണിക്കൂ. സെയിം അതേപോലെ തന്നെ USB കണക്ട് ചെയ്ത് USB കാണിക്കും. അല്ലാതെ എനിക്ക് USB ഒന്നും കാണിക്കാം. അപ്പോൾ USB കണക്ട് ചെയ്തതിന് ഇതേപോലെ ഏറ്റവും ലാസ്റ്റ് USB ഡ്രൈവ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തതിന് ഫോട്ടോസ് ആണെങ്കിൽ ഫോട്ടോസ്, മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക്, വീഡിയോസ് ആണെങ്കിൽ വീഡിയോസ് കാണിക്കും. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെ വീഡിയോ, ഫോട്ടോ, മ്യൂസിക്. ഇപ്പോൾ ഫോട്ടോസിൽ പോയിട്ട് വീഡിയോ തപ്പിയാൽ കിട്ടില്ല, വീഡിയോസിൽ മാത്രമേ വീഡിയോസ് കിട്ടുള്ളൂ. ഏതൊരു ഫംഗ്ഷനും ബാക്കിലുള്ള ഈ ഒരു പ്രസ് മൊബൈലത്തെ പോലെ തന്നെയാണ് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് നമ്മൾ എത്ര ഫ്രണ്ടിലോട്ട് വന്നില്ല അത്രയും ബാക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ എടുത്ത് നോക്കും. ഇൻകേസ് അറിഞ്ഞില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല. ഈസി ആയിട്ട് നമ്മളൊരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റും. ആകെ ഒരു ഗൂഗിൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ മാത്രം ചെറിയൊരു ഡൗട്ട് വരും. അപ്പോൾ ആ ഡൗട്ട് വരും ജസ്റ്റ് ഒന്ന് തന്നെ വിളിച്ചാൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരാം. നമ്പർ സേവ് ചെയ്ത് വെച്ചവരുടെ சாப்பிடுங்க போங்க. കേബിള് അനലോഗ് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലേക്ക് ഇന്നും കുറെ രാജ്യം കോമൺ ആണ് ഫോണില് മാനുഫാക്ചറിംഗ്. ശരി കേട്ടോ, എന്തെങ്കിലും ഡൗട്ട്? ശരി ശരി പറഞ്ഞോ. നടക്കുന്നതെന്ന് പറയാം. ഞാനും 5 ചേച്ചിയും ബ്ലാക്ക് ചുരിദാർ ഇട്ടു.
ചേച്ചി നേരെ ഓപ്പോസിറ്റ് വൈറ്റ് വിട്ടു. അവസാനം ആൾക്കൊരു സമാധാനം ഇല്ല. അപ്പൊ നടുവിൽ കയറി ഇരിക്കണമെന്നുള്ള അഞ്ചു ചേച്ചിന് ചേച്ചിന് സിനിമയിലെടുത്തു പറയട്ടെ. ആ ശരി പോട്ടെ, ഇനിയിപ്പോ അവര് സങ്കടം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു അഞ്ചു ചേച്ചി കണ്ണൊക്കെ തുടച്ചിട്ട് സീറ്റ് കൈമാറിയത്.